സങ്കീർത്തനം 23 വചനം 2. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികിലേക്ക് എന്നെ നടത്തുന്നു. ഈ തിരുവെഴുത്തുകൾ ഒരു നല്ല ഇടയനെയും ആടുമായിട്ടുള്ള ബന്ധത്തിലാണല്ലോ വെളിപ്പെടുത്തിയിരിക്കുന്നത്. സ്വസ്ഥതയുള്ള വെള്ളം, പ്രിയരെ, ചില നന്മകളൊക്കെ നമുക്ക് വെളിപ്പെട്ടു വരുന്നെങ്കിലും അത് നമുക്ക് ഭക്ഷിക്കുവാനോ കുടിക്കുവാനോ അനുഭവിക്കുവാനോ സ്വസ്ഥതയില്ലാത്തൊരനുഭവമുണ്ട്. ഒരു മനുഷ്യൻ ദാഹത്തോടെ കടന്നു പോകുന്നതായ വേളയിൽ കാണുന്ന ജലം വെള്ളച്ചാട്ടമാണെങ്കിൽ കൈകൊണ്ട് നീട്ടിയാലും ആ വെള്ളത്തിൽ നിന്ന് നമുക്കെടുത്തു കുടിക്കുവാൻ കഴിയത്തില്ല. ഇവിടെ ആട് വെള്ളം തേടി നടക്കുകയാണ്. വെള്ളത്തിനായി തേടി കണ്ടെത്തിയ വെള്ളത്തിൽ സ്വസ്ഥതയില്ല, അഥവാ കലങ്ങി മറിഞ്ഞു നടക്കുന്ന ഒരു അനുഭവത്തിലൂടെയുള്ള തടാകക്കരയിൽ നിന്നാണ് ആട് വെള്ളം കുടിക്കാൻ ശ്രമിക്കുന്നെങ്കിൽ ആ വെള്ളത്തിൽ നിന്നും ശാന്തമായി അതിന് കുടിക്കുവാൻ കഴിയത്തില്ല. പ്രിയരെ, ഇതുപോലെ എത്ര നിന്റെ ജീവിതത്തിൽ പല നന്മകളും വെളിപ്പെട്ടെങ്കിലും അതിന് അകത്തൊരു സ്വസ്ഥത കണ്ടെത്തുവാൻ കഴിയുന്നില്ല, ഒരു സമാധാനം കണ്ടെത്തുവാൻ കഴിയുന്നില്ല. പ്രാർത്ഥിച്ച് പ്രാപിച്ചെടുത്ത പലതും ഇന്ന് നിനക്ക് അനുഭവിക്കുവാൻ കഴിയാതെ സ്വസ്ഥതയില്ലാത്തൊരു അനുഭവത്തിലൂടെ നീ കടന്നു പോകുന്നെങ്കിൽ നല്ല ഇടയൻ നിന്നോട് പറയുകയാണ്, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികിലേക്ക് എന്നെ നടത്തുന്നു. ഈ ദിവസങ്ങളിൽ നിന്റെ ജീവിതത്തിനകത്ത് വലിയൊരു സ്വസ്ഥതയെ ദൈവം പകരുവാൻ പോകുകയാണ്. സമാധാനം നഷ്ടപ്പെട്ടുവോ? ആകെ തകർന്നിരിക്കുകയാണോ? നിരാശ നിന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണോ? നല്ല ഇടയൻ സ്വസ്ഥതയുള്ള വെള്ളത്തിനരികിലേക്ക്, വലിയ ഒരു സമാധാനത്തിലേക്ക് ദൈവം നിന്നെ കരം പിടിച്ച് നടത്തുവാൻ പോകുന്നു. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.